രണ്ട് വശവും നെയ്യൊക്കെ ഇട്ട് നല്ലതായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നത്, പാൽ പൊറോട്ട. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത് ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോയിലേക്ക് ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് കട്ടയായിട്ടിരിക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഒരു മുട്ട, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് അത് പതിയൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചെറു ചൂടുള്ള പാൽ, ഒരു വാം മിൽക്ക്, അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴയ്ക്കാം. ഇതിപ്പോൾ അര കപ്പാണ്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഞാനൊരു 3/4 കപ്പ് പാലൊഴിച്ചാണ് ഇത് കുഴച്ചത്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ആയിരുന്നു നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. തേച്ച് കുഴയ്ക്കാം. ഞാനിത് നല്ലതായിട്ട് തേച്ച് ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഇച്ചിരി ഇപ്പം നെയ്യോടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നെയ്യ് അങ്ങ് തേച്ച് നമുക്കൊരു 10-20 മിനിറ്റ്, 20-30 മിനിറ്റോ ഇരുന്നാലും നല്ലതാണ്. റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇവിടോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ല സോഫ്റ്റാണ്. കണ്ട ഇതുപോലെ സോഫ്റ്റായിട്ട്. മൈദയാകുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുമല്ലോ. ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അതിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊറോട്ട തിന്നതും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട തിന്നും ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പാൽ പൊറോട്ടയ്ക്ക് എനിക്കിഷ്ടം ഈ മൈദ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കവർ ചെയ്തങ്ങ് വയ്ക്കാം. പൊറോട്ടയൊക്കെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് വരെ ഇരുന്ന് സോഫ്റ്റായി വരുന്ന നേരം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ആത്മീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10:11 ഈ പ്രകാരം പറയുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നെന്ന്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയുന്നു. അപ്പോൾ കർത്താവ് ഈ പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്നതും പാപികളെ രക്ഷിക്കാനുമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപികൾക്ക് വേണ്ടിയിട്ട് മരിച്ചു, നമ്മളെ നിത്യജീവൻ തരുവാനായിട്ട്. ഇനി കർത്താവ് അപ്പോൾ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞ് നിത്യതയിൽ പോകാമെന്നുള്ളൊരു പ്രത്യാശ കർത്താവ് തരുന്നു. പിന്നെ കർത്താവിനെ പിൻപറ്റുന്നവരെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നല്ല ഇടയനായിട്ട് കൂടെ നടക്കുന്നു. അങ്ങനെ ജീവൻ തന്ന ഒരേ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ പാപികൾക്ക് വേണ്ടിയിട്ട്. വേറെ ആരും ഇങ്ങനെ മരിച്ചിട്ടില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു മാത്രം. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടെങ്കിൽ നല്ല ഇടയനായ കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റി നിത്യത പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഒരുവിധം വലിയതായിട്ട് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടി നമുക്ക് വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് പരത്താം. അപ്പോൾ ഇതിങ്ങനെ 4-5 വലിയ ഉരുളയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയിട്ട് ഇച്ചിരി പൊടി തൂകി
ഇനി ഒന്നങ്ങ് പരത്തെടുക്കാം. നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ ഈ ഒരു കനത്തിൽ പരത്തിയിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലെയർ ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. നെയ്യ് കൊടുക്കുന്നതാണ് ഒന്നോടെ ടേസ്റ്റ്. അപ്പോൾ അതില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, അന്നേരം അതിന് രുചി മാറിപ്പോവും. പിന്നെ നെയ്യാണ് കൂടുതൽ രുചി. പിന്നെ പിള്ളേർക്കൊക്കെ നല്ലതാണല്ലോ നെയ്യ്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി കുറച്ച് ഇങ്ങനെ നന്നായിട്ട് തൂവി കൊടുക്കണം. നമ്മളല്ലാതെ ഉണ്ടാക്കുമ്പോഴും മൈദ തൂവിട്ടെന്ന് വെച്ചാൽ ഈ ലെയർ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും. പിന്നെ പാൽപ്പൊടി ടേസ്റ്റ്, അതാണ് പാൽ പൊറോട്ട പാലിൽ കുഴയ്ക്കുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആ കൂടെ ഒരല്പം വളരെ കുറച്ച് പഞ്ചസാര ഒന്ന് തൂവി കൊടുത്തേക്കാം. ഒത്തിരി വേണ്ട, വളരെ ലൈറ്റായിട്ട്. എന്നിട്ട് അതിനിങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് ആ മടക്കിലും കൂടെ അല്പം നെയ്യ് കൊടുത്താൽ നല്ലതാണ്. അത് ഇങ്ങോട്ട് മടക്കി എടുത്തിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കുക, ഇങ്ങോട്ടൊന്ന് മടക്കുക. വീണ്ടും ഒരല്പം എണ്ണയോ നെയ്യോ അല്പം നിർത്തി കൊടുത്ത് അല്പം പൊടിയും കൂടി ഒന്ന് തൂകി ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കതിനെ പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ചുടാനായിട്ട് പരത്താം. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. ഇതെല്ലാം ഞാൻ അങ്ങനെ പരത്തി വെച്ചു. ഇനി നമുക്കിത് ചുടാനായിട്ട് പരത്താം. ഇത് നിങ്ങൾക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണേലും പരത്താം. ഇപ്പം ഇങ്ങനെ മടക്കിയേക്കണ കാരണം ഇങ്ങനെ നീളത്തിൽ തന്നെ ആയിരിക്കും ഒന്നോടെ എളുപ്പം. അപ്പോൾ നമ്മളിതെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇവിടെ ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായി. അപ്പോൾ തീ കുറച്ച് ഞാൻ വെച്ചു, ചൂടായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇത് ഒന്ന് അകമൊക്കെ വെന്ത് വരണമെങ്കിൽ നമ്മൾ തീ കൂട്ടിയിടരുത്. ഇങ്ങനെ ചെറിയ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് തരുതരം ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒരുവിധം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി നെയ്യ് അതിനകത്ത് തൂത്ത് കൊടുക്കാം. ഒരു വശം പയ്യെ ഇതായി വരുമ്പോൾ നമുക്കൊരല്പം ഗീ അതിനകത്തേക്കൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് മറുവശം അതുപോലെ. അപ്പോൾ ഇത് ഇങ്ങനെ തരുതരെ ഒത്തിരി സമയം ഇട്ടുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ ഒരു വശം ചൂടായി കഴിയുമ്പോൾ അടുത്ത വശവും അതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് രണ്ട് വശം വെന്ത് കഴിയുമ്പോൾ പതിയെ തവ കൊണ്ട് ഈ സ്പോട്ടുള്ള കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇപ്പം പൊങ്ങി വരണം ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് എടുക്കാം. ഇത് തവയിലേക്ക് ഇടുമ്പോഴും നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കി ആ ഷേപ്പ് വരും. മറ്റേ മൈദയാകുമ്പോഴേ വലിഞ്ഞ് പോകുമല്ലോ. അപ്പം എല്ലാം ഒരു കനത്തിലായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. വെച്ചിട്ട് പതിയെ എല്ലാം അടിയൊന്ന് ചൂട് കയറി കഴിയുമ്പോൾ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ചൂടായി. അപ്പം അത് തരുതരെ ഇങ്ങനെ ഈ വശം ചൂടാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അവസാനം നെയ്യിട്ടാൽ മതി. വശം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യ് ഇങ്ങനെ കൊടുത്തിട്ട് അതും ഇതുപോലെ
മറിച്ച് വെച്ചും തിരിച്ച് വെച്ചും ഇങ്ങനെ ഒന്നങ്ങ് ഇത് ചെയ്താൽ മതി. അപ്പം നല്ലതായിട്ട് അതിൻ്റെ ലെയറിങ് തിരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പൊറോട്ടയും ചുട്ട് കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഇട്ടിട്ട് ഒന്ന് പിക്കിയാൽ മതി. മറ്റേ നമ്മൾ സാധാരണ പൊറോട്ട ചെയ്യുന്ന മാതിരി തന്നെ നല്ലതായിട്ട് ചൂട്. അപ്പോൾ നമ്മുടെ മുട്ട മസാല പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ, ഇവിടെ ഇപ്പം ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കിയേക്കണേ, അപ്പോൾ അതിൽ കഴിക്കാം. ചപ്പാത്തിക്ക്, ഇതിപ്പോൾ പൊറോട്ടയൊക്കെയാണ്, ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് മുട്ട മസാല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.